ബയോടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ ബേസ്ഡ് ഓൺ ദെയർ പൊസിഷൻ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലെയിൻ ഓഫ് ഡിവിഷൻ, ഈ 3 ക്രൈറ്റീരിയ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റും പ്ലെയിൻ ഓഫ് ഡിവിഷനും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പാർട്ട് 2-ൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും പോയി കാണുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്? ടിഷ്യൂ നമുക്കറിയാം അല്ലേ? ടിഷ്യൂ എന്നാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഹാവ് എ കോമൺ ഒറിജിൻ, സിമിലർ സ്ട്രക്ചർ ആൻഡ് ദ സെയിം ഫങ്ഷൻ. എന്താണ് ടിഷ്യൂ? ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ്, ദേ ആർ ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ, ദേ ഹാവ് എ കോമൺ ഒറിജിൻ, സിമിലർ സ്ട്രക്ചർ ആൻഡ് ദ സെയിം ഫങ്ഷൻ. അത്തരം ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടിഷ്യൂ എന്ന് വിളിക്കുന്നു. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ് നോക്കാം നമുക്ക് അല്ലേ? നമുക്ക് നോക്കാം എന്താണ് മെരിസ്റ്റം അഥവാ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ തന്നെയാണ് നമ്മൾ മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഇമ്മച്വർ ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് വിച്ച് റിമെയിൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് ഡിവിഷൻ. എന്താണ് മെരിസ്റ്റം? A group of immature and undifferentiated cells which remain in a state of continuous division. Permanent tissues are formed from meristematic tissues. Permanent tissues ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നിന്നാണ്. ഹെൻസ് they are called formative tissue. ഫോർമേറ്റീവ് ടിഷ്യൂ എന്നും കൂടി നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ വിളിക്കുന്നുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പ്ലാന്റ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ദേ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇമ്മച്വറായ അൺഡിഫറൻഷിയേറ്റഡ് ആയ സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ദേ ആർ ഓൾസോ നോൺ ആസ് ഫോർമേറ്റീവ് ടിഷ്യൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ബിക്കോസ് ദ പെർമനന്റ് ടിഷ്യൂസ് ആർ ഫോംഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഇപ്പോൾ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. ദേ ആർ immature, undifferentiated and continually dividing cells. They are also known as formative tissue because permanent tissues are formed from meristematic tissues. പിന്നെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ് they continue to exist throughout the life of a plant. ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് പ്ലാന്റിൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽസ് ആർ ഐസോഡയമെട്രിക് ആൻഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ലാതെ കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഐസോഡയമെട്രിക്, അതായത് സിമിലർ ഇൻ ഷേപ്പ്, സ്ട്രക്ചർ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. Protoplasm is dense with one or more prominent nuclei. Their protoplasm is rich and one or more prominent nuclei can be seen in meristems. Cells do not store reserve food materials. സാധാരണയായി ഓയിൽ, ഫാറ്റ് പോലുള്ള ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? സെൽസ് ആണല്ലേ. അപ്പം ഇവിടെ പാരൻകൈമാറ്റിക് സെൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ യങ് സെൽസ് ആണ്. സോ ദീസ് സെൽസ് ഡു നോട്ട് സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. വാക്യൂൾസ് ആർ വെരി സ്മോൾ ഓർ ആബ്സെന്റ്. Plastids exist as protoplastids.
ഇമ്മച്വർ ഫോമിലുള്ള പ്രോട്ടോപ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സിനെ ഇമ്മച്വർ ഫോംസിൽ മാത്രമേ നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനകത്ത് കാണാൻ വേണ്ടി സാധിക്കൂ. They are not functional in meristematic tissues. Then cell wall is thin and primary and is formed of only cellulose. Cell wall is thin and primary and is formed of only cellulose. Cellulosic ആയിട്ടുള്ള തിൻ വാളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഹെമിസെല്ലുലോസ്, ലിഗ്നിൻ പോലുള്ളവ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഓൺലി സെല്ലുലോസ് and it is very thin. Cells are in a state of active division. Actively divide ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. Then classification of meristem. ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. Based on their position. പ്ലാന്റിൽ എവിടെയാണ് ഇവരുടെ പൊസിഷൻ, അതിൻ്റെ ബേസിൽ മെരിസ്റ്റത്തെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം, intercalary meristem and lateral meristem. First one is apical meristem. Located at the growing apices of axillary buds, stems and roots. റൂട്ട്സിൻ്റെയും ഷൂട്ട്സിൻ്റെയും ആക്സിലറി ബഡ്സിൻ്റെയും ഒക്കെ എവിടെ ഗ്രോയിങ് എപെക്സസ് എവിടെയാണോ അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ നമുക്ക് എപ്പിക്കൽ മെരിസ്റ്റം അറ്റ് ടിപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഷൂട്ട് എപെക്സും റൂട്ട് എപെക്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എപെക്സിൽ ഏറ്റവും ടിപ്പിൽ നമുക്ക് ആരെ കാണാം? എപ്പിക്കൽ മെരിസ്റ്റത്തെ കാണാൻ വേണ്ടി സാധിക്കാം. ഇവിടെ റൂട്ടിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനുശേഷം വരുന്നത് റൂട്ട് ക്യാപ്പാണ്. പ്രൊട്ടക്ഷൻ, റൂട്ടിൻ്റെ ടിപ്പിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഭാഗമാണ് റൂട്ട് ക്യാപ്പ്. അപ്പോൾ ഇവിടെ മെരിസ്റ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഇവിടെ റൂട്ട് ക്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാറിപ്പോവരുത്. എക്സ്ട്രീം ടിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഇവിടെയാണ് ആരെ കാണുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം, റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തെ കാണുന്നത്. Then it is responsible for the linear growth of plant organs such as root tip and shoot tip. എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? They are helping in the linear growth. ലെങ്ത്, ഹൈറ്റ് കൂടാൻ വേണ്ടിയാണ് എപ്പിക്കൽ മെരിസ്റ്റം സഹായിക്കുന്നത്. റൂട്ട് ടിപ്പിൻ്റെയും ഷൂട്ട് ടിപ്പിൻ്റെയും ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ പ്രസൻസ് കൊണ്ടാണ്. By the activity of apical meristem of the roots and shoots, all primary tissues of the plant body are formed. ഒരു പ്ലാന്റ്ലെറ്റ്, സീഡ്ലിങ്ങിൽ നിന്ന് ഒരു പ്ലാന്റ്ലെറ്റ് ഫോം ചെയ്യുമ്പോൾ അവിടെ പ്രൈമറി ടിഷ്യൂസ് ഫോം ചെയ്യുന്നുണ്ടല്ലേ. ഈ പ്രൈമറി ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്യുന്നത് by the activity of apical meristem of roots and shoots. Actively dividing cells of the apical meristem are called epical initials. ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന എപ്പിക്കൽ മെരിസ്റ്റത്തിനകത്തുള്ള സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിക്കൽ ഇനീഷ്യൽസ്. എപ്പിക്കൽ ഇനീഷ്യൽസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ എക്സ്ട്രീം ടിപ്പ് ഓഫ് ദ റൂട്ട് ആൻഡ് ഷൂട്ട്. ഇവിടെ എക്സ്ട്രീം ടിപ്പിൽ നമുക്ക് ആരെ കാണാൻ വേണ്ടി സാധിക്കും? യെസ്, എപ്പിക്കൽ. നെക്സ്റ്റ് വൺ ഇസ് ഇന്റർകാലറി മെരിസ്റ്റം. Intercalary meristem. This intercalary meristem are internodal meristems. They are internodal meristem. അതായത് നോഡ്സ്, പ്ലാന്റിൽ ആക്സിലറി ബഡ്സും ലീവ്സും ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന നോഡ്സ് ഉണ്ടല്ലോ, നോഡ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നോഡ്സ് ഇറ്റ് ഈസ് കോൾഡ് ഇന്റർനോഡൽ റീജിയൻ. ഇന്റർനോഡൽ റീജിയണിൽ കാണുന്ന മെരിസ്റ്റമാണ് ഇന്റർകാലറി മെരിസ്റ്റം. They are actually the portion of apical meristems that are left behind at the nodal region during tissue differentiation. അതായത് അപ്പെക്സിലുള്ള എപ്പിക്കൽ മെരിസ്റ്റം അതിൽ നിന്നും ലെഫ്റ്റ് ആയിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ബാക്കിയായി പോയ കുറച്ച് സെൽസ് എപ്പിക്കൽ മെരിസ്റ്റമാണ് ഇന്റർനോഡൽ മെരിസ്റ്റം അഥവാ ഇന്റർകാലറി മെരിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ടിഷ്യൂ ഡിഫറൻസിയേഷൻ നടക്കുന്ന സമയത്ത് എപ്പിക്കൽ മെരിസ്റ്റത്തിലെ കുറച്ച് എപ്പിക്കൽ മെരിസ്റ്റം അവിടെ ബാക്കിയാവുകയും അവയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വിളിക്കുന്നു.
What is their function? They are responsible for elongation of internodal region. ഇന്റർനോഡൽ റീജിയണിന്റെ ഇലോങ്ങേഷന് സഹായിക്കുന്നത് ഇന്റർകാലറി മെരിസ്റ്റമാണ്. They are mostly seen at the stem nodes of many monocots such as sugarcane, paddy, wheat and many grasses. അതായത് ഈ ഇന്റർനോഡൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ഇലോങ്ങേഷൻ ഓഫ് ഇന്റർനോഡൽ റീജിയൻ എന്ന് പറഞ്ഞു. മോണോകോട്സിൽ നമുക്ക് സാധാരണ ഷുഗർ കെയിൻ, പാഡി, വീറ്റ് ആൻഡ് അതർ മെനി ഗ്രാസസ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഇന്റർനോഡ്സ് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർകാലറി മെരിസ്റ്റം. Intercalary meristms are short-living because they become permanent tissues after a period of growth and differentiation. Internodal regionിലുള്ള intercalary meristem എന്താണ്? They are short-living ആണ്. എന്തുകൊണ്ടാണ്? After a growth period and differentiation, they become permanent tissues. ഒരു permanent tissues ആയി മാറുന്നുണ്ട്. So, this intercalary meristems are short-living. Third one is lateral meristem. Lateral meristem. എന്താണ് lateral meristem? Meristem occupying the lateral sides. Meristem occupying the lateral sides of root and stem. ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. lateral meristem നോക്കുക. It is located at the lateral sides of roots and stems. റൂട്ട്സിൻ്റെയും സ്റ്റെംസിൻ്റെയൊക്കെ ലാറ്ററൽ സൈഡ്സിലായിട്ട് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇനീഷ്യൽസ് വിച്ച് ഡിവൈഡ് മെയിൻലി ഇൻ വൺ പ്ലെയിൻ. എപ്പിക്കൽ മെരിസ്റ്റത്തിൽ പറഞ്ഞതുപോലെ എപ്പിക്കൽ ഇനീഷ്യൽസ് പോലെ ഇവിടെ ഇനീഷ്യൽ സെൽസ് ഉണ്ട് വിച്ച് ഡിവൈഡ് മെയിൻലി ഇൻ വൺ പ്ലെയിൻ. പെരിക്ലൈനൽ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എവിടെ? ലാറ്ററൽ മെരിസ്റ്റത്തിനകത്ത്. ആൻഡ് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ഗർത്ത് ഓർ വിഡ്ത്ത് ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് പെരിക്ലൈനൽ ഡിവിഷൻ മാത്രം നടത്തി പ്ലാന്റിൻ്റെ സൈസ്, ഗർത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ മോണോകോട്ട് സ്റ്റെം. നമുക്കറിയാം മോണോകോട്ട് സ്റ്റെംസിനകത്ത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. സോ ദി ലാറ്ററൽ മെരിസ്റ്റം ഈസ് ആബ്സെന്റ് ഇൻ മോണോകോട്ട് സ്റ്റെംസ്. വാസ്കുലർ ക്യാമ്പിയം ആൻഡ് കോർക്ക് ക്യാമ്പിയം ആർ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ ലാറ്ററൽ മെരിസ്റ്റം. വാസ്കുലർ ക്യാമ്പിയം, കോർക്ക് ക്യാമ്പിയം ഒക്കെ സെക്കൻഡറി ഗ്രോത്തിനെ സഹായിക്കുന്ന ഡൈക്കോട്സിൽ കാണപ്പെടുന്ന ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്.